ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഡയമണ്ട് ആർമറും പിന്നെ ഡയമണ്ടിൻ്റെ ടൂൾസ് എൻഹാൻസ്മെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇരിക്കണ ബുക്ക് അത് നമ്മൾ വില്ലേജറിൻ്റെ ട്രേഡ് ചെയ്താണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ നിച്ചു വേൾഡിൻ്റെ പോയി കാണാം. അപ്പോൾ നമ്മളിന്ന് ഡയമണ്ട് ആർമറും ഡയമണ്ട് ടൂൾസ് എൻചാൻമെൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ സീക്രട്ട് ബേസിലെത്തിയിട്ട് കാണാം. ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾ നമ്മുടെ ആകെയുള്ളത് 29 ഡയമണ്ടും പിന്നെ മൈൻ ചെയ്തപ്പോൾ കിട്ടിയ സാധനങ്ങളുമാണ്. 30 ഡയമണ്ട് ഉണ്ടായി, ബാക്കി മിസ്സിങ് ആയി. അത് ചിലപ്പോൾ ബഗ് അടിച്ചായിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് ആർമർ ഉണ്ടാക്കാനുള്ള ഡയമണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ടപ്പേ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്കൊരു പിക്കാച്ച് ഉണ്ട്. ആ പിക്കാച്ച് വേറൊരു സീക്രട്ട് ബേസിലാണ്, രാത്രിയല്ല. അപ്പോൾ ഗൈസ്, നമ്മൾ മാജിക് കാട്ടാൻ പോകണാണ്. നമ്മുടെ ആ പിക്കാച്ച് നമ്മുടെ കയ്യെ വരും. അപ്പോൾ ഗൈസ്, നമ്മുടെ കയ്യിൽ ആ ഫോർച്യൂൺ 2ഉം എഫിനൻസി 4ഉം ഉണ്ട് ആ പിക്കാച്ചിന്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സോഡ്, പിന്നെ ആക്സ്, വെസ്റ്റ് ഉണ്ടാക്കാനുള്ള ഡയമണ്ട് ഉണ്ടെന്ന് തോന്നണം, ഉണ്ടാവായിരിക്കും. ആദ്യം തന്നെ ഇത് നമുക്ക് ഇതിനകത്തോട്ട് വെക്കാം, ആക്സും സോഡും. എന്നിട്ട് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളി നമ്മുടെ പണ്ടത്തെ ഇത് പാൻറ്റിന് അൺബ്രേക്കിംഗ് വണ്ണുണ്ട്. ഇത് എന്നിട്ട് നമുക്ക് ആദ്യം നമുക്ക് ചെസ്റ്റ് പ്ലേറ്റ്, പിന്നെ പാൻറ്റ്, പിന്നെ ഷൂ ഉണ്ടാക്കാനുള്ള ഡയമണ്ട് ഉണ്ട്, ഹെൽമെറ്റും കൂടി ഉണ്ടാക്കാനുള്ള ഡയമണ്ട് ഉണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഫുൾ ആർമർ ആയിട്ടുണ്ട്. നമുക്ക് ഫുൾ ഡയമണ്ടിന്റെ ആർമർ ആയിട്ടുണ്ട്. വേണ്ട, ഇവിടെ പാട്ട് പാടിയ ശരിയാവില്ല. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മുടെ സീക്രട്ട് ബേസിൽ നമ്മുടെ പണ്ടത്തെ അയൻ്റെ ആർമർ വെക്കുക. എന്നിട്ട് നമുക്ക് സോഡും ആക്സും വെക്കുക. ഇരുന്നോട്ടെ, എൻഹാൻസ്മെൻറ്റ് ചെയ്യുമ്പോൾ അതെടുക്കുക. സോഡും ആക്സും നമുക്ക് ഇവിടെ വെക്കുക. എന്നിട്ട് നമുക്ക് മൈൻ ചെയ്യുക. ഇവിടെ അപ്പോൾ ഗൈസ്, നമ്മൾ മൈനിങ്. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ പോകുന്നത് അത് നേരെ പോയപ്പോൾ അത് അവിടെ ഒന്നുമില്ല. അപ്പോൾ ഈ സൈഡിലോട്ട് പോകുമ്പോൾ അവിടെ ലാവ ഒബ്സിഡിയൻ്റെ ഇങ്ങോട്ടാണ് ഇപ്പം മൈൻ ചെയ്യണേ. അപ്പോൾ ഗൈസ്, നമ്മൾ മൈൻ ചെയ്യേ ഈ അപ്പോൾ ഗൈസ്, നമ്മുടെ ഡയമണ്ടും ഇല്ല, ഒന്നും ഇല്ല. അത് കാരണം ഞാൻ കുറച്ച് മൈൻ ചെയ്യണം.
അപ്പോൾ ഗൈസ് ഡയമണ്ട് പിക്കാച്ച് ഫോർച്യൂൺ കാരണം കുറേ പെട്ടെന്ന് പൊട്ടുണ്ട്. എഫിഷ്യൻസി കാരണം പെട്ടെന്ന് പൊട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു സാധനം എടുക്കാൻ മറന്നുപോയി, ടോർച്ച് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഗൈസ് നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം. ടോർച്ച് ഉണ്ടാക്കി മൈൻഡ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മ കുറച്ച് മൈൻഡ് ചെയ്ത് ടോർച്ചൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ടോർച്ച് തീർന്ന് എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ടോർച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഒന്നും കൂടി ഞാൻ 60 ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മേളിൽ നിച്ചു വേൾഡ് വന്നിട്ടുണ്ടാകുന്ന നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് മേളിലോട്ടോ അവിടെ നിച്ചു വേൾഡ് ജോയിൻ ആയിട്ടുണ്ടാകും നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെയൊക്കെ സ്റ്റെപ്പ് വെക്കണം, അല്ലെങ്കിൽ കയറാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ നമ്മൾ മേളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിച്ചു വേൾഡ് വന്നിട്ടുണ്ടാവും. ഇവൻ ഏത് കുഴിന്ന് പൊങ്ങി വന്നടാ ഇപ്പൊ? അപ്പോൾ ഗൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അവർക്ക് ഡയമണ്ട് ഉണ്ടായി, അവർക്ക് റോളാർന്ന്. അപ്പം നമ്മൾ അവർക്ക് ഡയമണ്ട് ഒന്നും കാട്ടിക്കൊടുത്തിട്ടില്ല. ഏതായി അലവലാതി? അപ്പോൾ ഗൈസ് നമ്മുടെ കയ്യിൽ അധികം എക്സ്പി ഇല്ല. അതാരണം നമ്മൾ എൻജാമെൻറ്റ് ബുക്ക് വാങ്ങണ്ട്. അത് വാങ്ങാൻ എമറാൾഡ് വേണം. എമറാൾഡ് എടുക്കണമെങ്കിൽ സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് ആണെങ്കിൽ മരം വെട്ടണം. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് ദൂരത്ത് സ്പ്രൂസിൻ്റെ മരം നട്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് ഓടിപ്പോയി എടുത്തിട്ട് കാണാം. നമ്മൾ മരം വെട്ടി സ്റ്റിക്കാക്കിയ സ്റ്റിക്ക് ട്രേഡ് ചെയ്ത് 43 എമറാൾഡ് ഇട്ട് ബാക്കി കുറേ സ്റ്റിക്ക് ഉണ്ട്. എന്നിട്ട് നമുക്ക് വില്ലേജറിൻ്റെ കയ്യിന്ന് അപ്പോൾ ഗൈസ് ഞാൻ ആ ബുക്ക് വാങ്ങിച്ച് എന്നിട്ട് ഇതിനകത്ത് ഇടണോ എന്നൊരു ഡൗട്ട്. നമുക്കത് കൊണ്ടുപോയി ആദ്യം സീക്രട്ട് ബേസിൽ വെക്കാം.
RPC വെച്ച് ഉണ്ട് നമുക്ക് സ്റ്റിക്ക് വേണം. അതിന് വേണ്ടി നമ്മൾ കുറച്ച് മരം വെട്ടാണ്. അപ്പോൾ നമുക്ക് മരം വെട്ടിയിട്ട് വില്ലേജറിൻ്റെ അവിടെ നിന്ന് എമറാൾഡ് സൺസെറ്റ് കാണാം. പുറകിൽ നിന്ന് ചവിട്ടിയാ നീ എന്നെ സ്വീകരിച്ചത്. മുന്നിന്നും പിന്നിന്നും പൊക്കിയ കൈയും കാലും ഒന്നും നിവർത്തി പെരുമാറിയിട്ടില്ല ഒരുത്തൻ. പിന്നെ ഇനിയും തമ്മിൽ കാണും സ്റ്റേഷനിലും പുറത്തും. ഷൺമുഖനെ പാട്ടിനുണ്ടേക്ക് ഒരു പെരക്കകത്ത് ചക്കരം വെച്ച് 2 വണ്ടികൾ തിരിയാൻ പാടാ സാറേ. അപ്പോൾ ഗായ്സ് നമ്മൾ എമറാൾഡ് ട്രേഡ് ചെയ്യണതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റിക്കില്ല, വുഡ് ഉണ്ട്. എന്നിട്ട് നമ്മൾ വുഡ് പ്ലാങ്ക്സ് ആക്കിയാണ്. അപ്പോൾ ഗായ്സ് നമുക്ക് വുഡ് വേഗം പ്ലാങ്ക്സ് ആക്കാം. അപ്പോൾ ഗായ്സ് നമ്മൾ വുഡ് പ്ലാങ്ക്സ് ആക്കി ഇനി വുഡ് സ്റ്റിക്കാക്കാം. ഗൈസ് നമ്മൾ സ്റ്റിക്കാക്കി കഴിഞ്ഞ് എമറാൾഡ് നമുക്ക് വാങ്ങാം. ഇപ്പം 36 എമറാൾഡ് ആയി. പിന്നെ കുറേ വാങ്ങാം ഗൈസ്. ലോക്കായി. എന്നിട്ട് നമുക്കിത് എടുക്കാം. എന്നിട്ട് നമുക്ക് പോയി ഉറങ്ങാം. ഉറങ്ങ ഗൈസ്. അപ്പോൾ ഗൈസ് രാവിലായി. ജിഞ്ചിനാക്കിടിയേ. ഗൈസ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ടപ്പേ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ എമറാൾഡ് ട്രേഡ് ചെയ്യണതിൻ്റെ ഇടയിൽ നമ്മുടെ സ്റ്റിക്ക് തീർന്നു പോയി. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കിയില്ല. അപ്പോൾ നമുക്ക് ആ ബുക്കിൽ ആ എഫിനൻസിയിൽ നമുക്ക് ആക്സിൽ എഫിനൻസി ഇടാൻ പറ്റുമോ നമുക്ക് നോക്കാം.
അപ്പോൾ ഗൈസ് ആക്ച്വലി എഫിനൻസിയും അൺബ്രേക്കിങ്ങും ഇട്ടതാണ്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് സോഡിന് എന്തെങ്കിലും ഇടാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ ഗൈസ് ഇതിനകത്ത് ഫയർ എസ്പെക്റ്റും ലൂട്ടിങ് 2ഉം ഉണ്ട്. ലൂട്ടിങ് 2നായിട്ട് നമ്മുടെ കയ്യിൽ എക്സ്പി ഇല്ല. അത് കാരണം നമ്മൾ ഫയർ എസ്പെക്റ്റും പിന്നെ നമ്മുടെ കയ്യിലുള്ള ആ ബുക്കും അൺബ്രേക്കിംഗ് ബുക്ക് വെച്ചിട്ട് നമ്മൾ ആ സോഡിൻ്റെ പേര് ഗെറ്റ് വാലെന്നാക്കി നമ്മൾ അതെടുത്ത് ഡയമണ്ട് ആക്സിൻ്റെ ജെറ്റ് ആക്സ് എന്നിട്ട് പിക്കാച്ചിൻ്റെ ജെറ്റ് പിക്ക് അപ്പൊ എങ്ങനാ കുറച്ച് പവർ ആക്കല്ലേ പവറീസ്. നമുക്ക് ഫിനാൻസിൻ്റെ ആക്സില്ലേ ആക്സും കൊണ്ട് മരം വെട്ടിയിട്ട് ആ മരം സ്റ്റിക്കാക്കാന്ന് വിചാരിച്ച് എന്നിട്ട് നമ്മൾ വില്ലേജറിൻ്റെ ഇതിന് ട്രേഡ് ചെയ്യണം. നമുക്ക് ട്രേഡ് ചെയ്തിട്ട് കാണാം. ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനായിട്ടാണ് വീഡിയോസ് നിങ്ങൾക്ക് ടപ്പേ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ മൊത്തം ക്ലീൻ ആക്കിയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ സാപ്ലിങ്സ് എല്ലായിടത്തും നടയാണ്, പൊട്ടിച്ചോടുന്നൊക്കെ നടയാണ്. അപ്പോൾ ഗൈസ് ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ മരം നടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ മരം സ്റ്റിക്കാക്കി ട്രേഡ് ചെയ്യാനാണ്. എമറാൾഡ് കിട്ടണ വില്ലേജറിനെ ട്രേഡ് ചെയ്യാനാണ്. ഗൈസ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയം ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് എന്തോ മറന്നിട്ടുണ്ടല്ലോ ഗൈസ്. ആർമർ ഇട്ടേക്ക ഷീൽഡ്.
അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ടപ്പേ ലഭിക്കുന്നതായിരിക്കും. ഷെയർ ചെയ്യാത്തൊരു ഷെയർ ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതിനേക്കാളും ഒരു കിടക്കാച്ചി വീഡിയോ വരെ ആയിരിക്കും. എല്ലാവർക്കും ബായ്. വട്ടത്തിൽ വലയിട്ടു മച്ചിൻ